പി വി അൻവർ പോളിംഗിന് ശേഷം പ്രവർത്തകർക്കൊപ്പം വിലയിരുത്തുകയാണ്. വലിയ ആത്മവിശ്വാസമാണല്ലോ. അതെ അതെ, നമ്മൾ ആത്മവിശ്വാസം എന്താ? ഈ പാവപ്പെട്ട മനുഷ്യന്മാർ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാ ആത്മവിശ്വാസക്കുറവ്? ഈ ജനങ്ങളാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും അല്ലാത്ത പി വി അൻവർ അന്നും ആളുണ്ടായിട്ടില്ല. 2014 നിലമ്പൂരിൽ കൂടെ ഒരു ജീപ്പിന്റെ മുഖത്ത് കയറി 14 ദിവസം അന്ന് പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു ജീപ്പിന്റെ മുകളിൽ കയറി ഇതിലെങ്ങനെ നിലമ്പൂരിലൂടെ പോയി ഒറ്റ റൗണ്ട് അടിച്ചത്. അതിന് 9,000 8,900 വോട്ട് കിട്ടി. അപ്പൊ അതൊക്കെ ജനങ്ങളല്ലേ. 70% മുകളിൽ പോളിംഗ് ഉണ്ട്. എത്ര വോട്ട് പ്രതീക്ഷ? 75,000 മുകളിൽ കിട്ടുന്നതാണ്. 75,000 കുറെ വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭൂരിപക്ഷത്തെ കുറിച്ച് എങ്ങനെയാണ്? ഭൂരിപക്ഷം ഈ പറഞ്ഞില്ല, 10-30,000 വോട്ട് ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടാണ് താങ്കളുടെ പ്രചരണം ഉണ്ടായത്. അത് മറ്റുള്ളവരുടെ പരമ്പരാഗത രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പോളിംഗ് ബൂത്തോ പോളിംഗ് ഏജന്റുകളോ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ വിജയിക്കുമെന്ന്, ഇത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ കഴിയും? നാട്ടിൽ കൂടെ നടന്ന ഒറ്റ ബൂത്തും കണ്ടിട്ടില്ല. എവിടെ ബൂത്തില്ലാത്തൊരു സ്ഥലം പറയൂ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവാണോ? ഈ ആളുകളൊക്കെ എല്ലാ ബൂത്തും കണ്ടല്ലോ. ആർക്ക് വേണ്ടി താങ്കൾ ചോദിക്കുന്നത്? ഞാൻ പലയിടത്തും പോയിരുന്നു, ഞാൻ കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്ത് ഞാൻ പോയിരുന്നു, ചുങ്കത്തറയിൽ പോയിരുന്നു, കുറുമ്പാലക്കോട് പോയിരുന്നു, പോത്തുകല്ല് പോയിരുന്നു. ഒരു 100-ലധികം ബൂത്തുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അതില് പലയിടത്തും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ബൂത്തുണ്ട്. താങ്കൾക്ക് അടിയന്തരമായിട്ട് ഒരു തിമിര ശസ്ത്രക്രിയ നടത്തണം. അത് നമുക്ക് ചെയ്യാം. ഇതില് ഈ സ്പോൺസർ ചെയ്യാം. ചികിത്സയുടെ കാര്യമൊക്കെ എന്തായാലും ആർക്ക് വേണമെന്നുള്ളത് ജനം തീരുമാനിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ജയിക്കുമെന്ന് പറയാൻ കഴിയുന്നത്? അത് ജനങ്ങളുടെ തീരുമാനമല്ലേ, അവരുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമല്ലേ. ഇപ്പൊ അനുമോദിന്റെ വീട്ടിൽ ആന 2 ദിവസം വന്നാല് അനുമോദ് ആർക്കും വോട്ട് ചെയ്യാം? ആനക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് വോട്ട് ചെയ്യും. നിങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതന്നെ ഇവിടെ നടക്കുന്നത്. LDF നിന്നാണോ UDF നിന്നാണോ അനുകൂലമായിട്ട് വോട്ട് കൂടുതൽ ലഭിക്കാൻ പോകുന്നത് പിണറായി സഖാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്നാണ്. ഇവിടെ ശ്വാസം മുട്ടി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർ, അടിച്ചമർത്തപ്പെട്ടവരും പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ്. അതിൽ നിന്ന് തന്നെയാണ് കൂടുതൽ വോട്ട് വരിക. 2ാം സ്ഥാനത്ത് ആരാവുന്ന ചോദ്യം വരുന്നില്ല. ആയിരിക്കതല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മൂപ്പരോട് ഞാൻ ചോദിച്ചല്ലോ. മൂപ്പര മണ്ഡലത്തിലെ പേരാമ്പ്രയിൽ മത്സരിച്ച ആളെ അദ്ദേഹത്തിന് ഓർമ്മയില്ല, എനിക്ക് പോലും ഓർമ്മയില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. തോൽക്കുന്നവന്റെ സ്ഥിതി അതാണ്. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അപ്പൊ 23 തീയതിക്ക് കാത്തിരിക്കുന്നത്. പിന്നെ 100%. എന്തായാലും 3-4 ബൂത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രജിത് കോങ്ങാടൊപ്പം CV അനുമോദ്, News 18.